നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും അതേസമയം അത്ഭുതകരവുമായ ഒരു അനുഭവമാണ്. നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ, നമ്മൾ പോലും തുറന്നു പറയാത്ത ചില വികാരങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില ഭയങ്ങൾ, ചില പ്രതീക്ഷകൾ, ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ പറഞ്ഞു തരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഒരു ചെറിയ തിരഞ്ഞെടുപ്പ് പോലും നിങ്ങളുടെ മനസ്സിന്റെ ആഴം തുറന്നു കാണിക്കാം. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 3 മനോഹരമായിട്ടുള്ള പൂക്കളുണ്ട്. ഒന്നാമത്തെ പൂവ്, രണ്ടാമത്തെ പൂവ്, മൂന്നാമത്തെ പൂവ്. ഈ 3 പൂക്കളിൽ ഏതെങ്കിലും ഒരു പൂവ് നിങ്ങളുടെ മനസ്സിനെ ആദ്യം ആകർഷിച്ചിരിക്കാം. നിങ്ങൾ ചിന്തിക്കാതെ, അധികം ആലോചിക്കാതെ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും അടുത്തതായി തോന്നുന്ന ഒരു പൂവ് തിരഞ്ഞെടുക്കുക. കാരണം പലപ്പോഴും നമ്മുടെ ഹൃദയം നമ്മളെക്കാൾ മുൻപേ സത്യമറിയുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പൂവ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചില അത്ഭുതകരമായ സത്യങ്ങൾ പറയാൻ പോകുന്നു. അതുകൊണ്ട് കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. ശാന്തമായി ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പൂവ് ഏതാണ് എന്ന് തീരുമാനിക്കുക. അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുത്തോ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ പൂവ് തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സ് പറഞ്ഞുവെങ്കിൽ ഈ റീഡിംഗ് വളരെ പ്രത്യേകമായ ഒന്നാണ്. കാരണം ഈ പൂവ് തിരഞ്ഞെടുക്കുന്നവർ സാധാരണ ആളുകളല്ല. വളരെ ശുദ്ധമായ ഹൃദയവും ആഴമുള്ള ചിന്തകളും ഒരുപാട് സ്നേഹവും ഉള്ളവരാണ്. നിങ്ങൾ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച ആളാണ്. പുറമെ നിങ്ങൾ സാധാരണ പോലെ ചിരിച്ചും സംസാരിച്ചും നടക്കും. പക്ഷെ ഉള്ളിൽ ആരും കാണാത്ത ഒരു ലോകമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഒരേ സമയം ഒരുപാട് ചിന്തകൾ നടക്കാറുണ്ട്. ആരും നിങ്ങളെ വേദനിപ്പിച്ചാൽ അത് നിങ്ങൾ ഉടനെ മറക്കില്ല. പുറത്ത് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും അത് ഉള്ളിൽ ഒരുപാട് ദിവസങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കും. നിങ്ങൾ വളരെ ആത്മാർത്ഥനായ വ്യക്തിയാണ്. ആരെങ്കിലും നിങ്ങളോട് അടുപ്പം കാണിച്ചാൽ അവരെ പൂർണ്ണമായി വിശ്വസിക്കുന്ന സ്വഭാവം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലവട്ടം നിരാശ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ നന്മ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ചിലർ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകാം. ചിലർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ഇന്നും ശുദ്ധമാണ്. ഇത്രയും വേദനകൾക്ക് ശേഷവും നിങ്ങൾ ഇന്നും നല്ലവരായി തുടരുന്നു എന്നതാണ് സത്യം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. നിങ്ങൾ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാതെ ചിന്തിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും വിഷമം? ഇങ്ങനെ നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെ നാളായിട്ട് തടഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം മുന്നോട്ട് പോകാൻ തുടങ്ങും. അത് ഒരുപക്ഷെ ഒരു ജോലിയാകാം, ഒരു ബന്ധമാകാം, അല്ലെങ്കിൽ ഒരു സ്വപ്നമാകാം. ഇനി അതുമല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതിയാകാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ഭാരം കുറയാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ഇമോഷണൽ ആയ ആളാണ്. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ ബാധിക്കും. ആരെങ്കിലും കടുപ്പത്തിൽ സംസാരിച്ചാൽ അത് പുറത്തു കാണിക്കാതെ ഉള്ളിൽ വേദനിച്ച് ഇരിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഒരാളെയും ഉദ്ദേശപൂർവ്വം വേദനിപ്പിക്കാറില്ല. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ഒരാളെ പൂർണ്ണമായി സ്നേഹിക്കണം. അതുപോലെ ആരെങ്കിലും നിങ്ങളെയും സത്യമായി സ്നേഹിക്കണം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആളുകളെ വിശ്വസിക്കാൻ പേടിയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് തവണ ഹൃദയം തകർന്ന അനുഭവം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നു. ചുറ്റും ആളുകളുണ്ടെങ്കിലും നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾ ഇല്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് പ്രകൃതിയോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. മഴ, പൂക്കൾ, ക്ഷേത്രങ്ങൾ, ദീപം, പ്രാർത്ഥന, ഇവയൊക്കെ നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആത്മീയ ശക്തിയുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മനസ്സ് സൂചന നൽകാറുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും വ്യാജമാണോ സത്യസന്ധരാണോ എന്ന് വളരെ വേഗം മനസ്സിലാകും. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സ് കാരണം അറിയാമെങ്കിലും ചില ആളുകളെ വിട്ടുകളയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ വ്യക്തി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ ഒരാൾ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം,
ഇനി നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നശിപ്പിക്കുന്ന ആളുകളെ ജീവിതത്തിൽ തുടരാൻ അനുവദിക്കരുത്. നിങ്ങൾ വളരെ വിലയുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും കരുണയ്ക്കും ആത്മാർത്ഥതയ്ക്കും വലിയ വിലയുണ്ട്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്ന ആളാണ്. സ്വന്തം വിഷമം ഉള്ളപ്പോഴും മറ്റൊരാളുടെ സന്തോഷത്തിനായി മനസ്സിൽ ദൈവത്തെ വിളിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നല്ല വാർത്ത എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു ഫോൺ കോള്, ഒരു മെസ്സേജ്, ഒരു അവസരം, അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ 2 വലിയ ആഗ്രഹങ്ങൾ കാണുന്നുണ്ട്. അതിലൊന്ന് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാറില്ല. നിങ്ങൾ വിഷമിച്ചാലും അത് ഒറ്റയ്ക്ക് സഹിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട്, എൻ്റെ ജീവിതം ഞാൻ കരുതിയതുപോലെയല്ല. പക്ഷെ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഭാഗം ഇപ്പോഴും തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു പുതിയ ആത്മവിശ്വാസം അനുഭവിക്കും. നിങ്ങൾ മുൻപ് പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇനി ധൈര്യത്തോടെ നേരിടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ മാറ്റങ്ങൾ വലിയ അനുഗ്രഹങ്ങളിലേക്ക് മാറും. നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും തിരിച്ചു കിട്ടും. ഒരു പ്രത്യേക കാര്യം കൂടി പറയാം. നിങ്ങളെക്കുറിച്ച് അസൂയ തോന്നുന്ന ആളുകൾ ചുറ്റുമുണ്ട്. പക്ഷേ അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ദോഷപ്പെടുത്തില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ വളരെ വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിക്കും. അതൊരു സ്വപ്നത്തിലൂടെയാകാം, ഒരു വ്യക്തിയിലൂടെയാകാം, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സംഭവത്തിലൂടെയാകാം. അതൊന്നും അവഗണിക്കരുത്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പതുക്കെ ഒരു പുതിയ ദിശയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് വീണ്ടും ചിരിക്കാൻ ഒരു കാരണം ലഭിക്കും. ഒരുപാട് നാളായിട്ട് ഉള്ളിൽ സൂക്ഷിച്ച വേദനകൾ പതുക്കെ മാറിത്തുടങ്ങും. നിങ്ങളുടെ മനസ്സിലെ സ്നേഹവും കരുണയും ഒരു നാൾ നിങ്ങളെ വലിയ അനുഗ്രഹത്തിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ നല്ല സമയം അടുത്തിരിക്കുകയാണ്. ഇനി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നു. വിശ്വസിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെ ആകില്ല. ഈ റീഡിംഗ് നിങ്ങൾക്ക് കൃത്യമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടെ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ രണ്ടാമത്തെ പൂവ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങളെ വളരെ ആഴത്തിൽ സ്പർശിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പൂവ് തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ശക്തമായ മനസ്സും അതേസമയം ഒരുപാട് മറച്ചുവെച്ച വികാരങ്ങളും ഉള്ളവരാണ്. നിങ്ങൾ പുറത്തു കാണിക്കുന്ന വ്യക്തിത്വം ഒന്ന്, പക്ഷെ ഉള്ളിൽ ജീവിക്കുന്ന യഥാർത്ഥ നിങ്ങൾ മറ്റൊന്നാണ്. പലരും നിങ്ങളെ ആത്മവിശ്വാസമുള്ള ആളായി കാണും. എന്ത് പ്രശ്നം വന്നാലും കൈകാര്യം ചെയ്യുന്ന ഒരാളായി കാണും. പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളും ഒരുപാട് തവണ തകർന്നിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും നിങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ശക്തനായത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഒരു സമയം നിങ്ങൾ വളരെ സോഫ്റ്റ് ആയ വ്യക്തിയായിരുന്നു, എല്ലാവരെയും വിശ്വസിച്ചിരുന്ന ഒരാൾ. പക്ഷെ ചില ആളുകൾ നിങ്ങളെ വേദനിപ്പിച്ചു. ചിലർ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാതെ പോയി. ചിലർ നിങ്ങളെ ഉപയോഗിച്ചു. അതിനുശേഷം നിങ്ങൾ മാറി. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും മനസ്സിലേക്ക് അടുപ്പിക്കാറില്ല. ആരെങ്കിലും അടുത്തു വരാൻ ശ്രമിച്ചാൽ പോലും ആദ്യം നിങ്ങൾ അവരെ നിരീക്ഷിക്കും. കാരണം ഇനി വീണ്ടും ഹൃദയം തകരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വളരെയധികം സ്നേഹം ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അത് പുറത്തു കാണിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം നിങ്ങൾക്ക് നിരാശകൾ വളരെ കൂടുതലായി ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട്, ഞാൻ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്നു, പക്ഷെ എനിക്ക് വേണ്ടി ആരുണ്ട് എന്നുള്ളത്. ഈ ചോദ്യം പല രാത്രികളിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ പോലും നിങ്ങൾ വെറുക്കാൻ ശ്രമിക്കില്ല. പക്ഷെ ഒരിക്കൽ നിങ്ങൾ മനസ്സിൽ നിന്ന് അകന്നാൽ പിന്നെ ആ ബന്ധത്തിലേക്ക് പഴയതുപോലെ തിരികെ വരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വളരെ ആത്മാഭിമാനമുള്ള ആളാണ്. ആരുടെയും മുൻപിൽ നിങ്ങളുടെ വേദന തുറന്നു പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. പുറമേ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. ഒരുപാട് നാളായി നിൽക്കാതെ പോയ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ തുടങ്ങും. നിങ്ങൾ കാത്തിരുന്ന ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത കൂടുതലായി കാണുന്നു.
ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കിപ്പോഴും നിങ്ങളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ എനർജി വളരെ ശക്തമാണ്. നിങ്ങൾ ഒരിടത്തേക്ക് പോയാൽ പോലും ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. പക്ഷെ നിങ്ങൾക്ക് ഫേക്കായ ആളുകളെ വളരെ വേഗം മനസ്സിലാകും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് രാത്രിയോടും നിശബ്ദതയോടും ഒരു പ്രത്യേക അടുപ്പമുണ്ട്. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത്, പഴയ ഓർമ്മകൾ ഓർക്കുന്നത്, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ വളരെ അംബീഷ്യസ് ആയ ആളാണ്. ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു നേട്ടം സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ചിലപ്പോൾ ആത്മവിശ്വാസം കുറയുന്നു. എനിക്ക് കഴിയുമോ? ഞാൻ ശരിയായ വഴിയിലാണോ? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ റീഡിംഗ് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്ട്രഗിൾ, ഇത് നിങ്ങളുടെ വിജയത്തിന് മുൻപുള്ള ഘട്ടമാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പുതിയ അവസരം ലഭിക്കും. അതൊരു ജോലി ആയിരിക്കാം, ഒരു ബിസിനസ് ആയിരിക്കാം, ഒരു പുതിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റുന്ന ഒരു തീരുമാനമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവിക സംരക്ഷണം കാണുന്നുണ്ട്. നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം നിങ്ങളുടെ ഭാഗ്യം ഇപ്പോൾ പതിയെ തുറക്കുകയാണ്. നിങ്ങൾ വളരെ ലോയലായ വ്യക്തിയാണ്. ഒരു ബന്ധത്തിൽ കടന്നാൽ അതിനുവേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകും. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ വേദന അനുഭവിച്ചത്. നിങ്ങൾ ഒരുപാട് തവണ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ആരെയും വിശ്വസിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയം ഇന്നും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു പഴയ ഓർമ്മ പോലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില ഗാനങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില തീയതികൾ, ഇവയെല്ലാം ഇന്നും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നു. പക്ഷെ ഇനി നിങ്ങൾ മുന്നോട്ടു പോകേണ്ട സമയമാണ്. കഴിഞ്ഞ കാലം നിങ്ങളെ പഠിപ്പിച്ചു, പക്ഷേ അത് നിങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തിക പുരോഗതി കാണുന്നു. പണം സംബന്ധമായ ഒരു വലിയ ആശ്വാസം ലഭിക്കും. നിങ്ങളെടുത്ത ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ പോവുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വികാരങ്ങൾ അടക്കി വയ്ക്കുന്നു. അതുകൊണ്ട് മാനസിക ക്ഷീണം കൂടുതലാകുന്നു. ചിലപ്പോൾ നിങ്ങളും തുറന്ന് സംസാരിക്കണം. എല്ലാം ഒറ്റയ്ക്ക് സഹിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ മുഴുവൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ വളരെ ശക്തമാണ്. ദൈവത്തെ വിളിച്ചാൽ മറുപടി ലഭിക്കും എന്നൊരു വിശ്വാസം നിങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങൾ പൂർണ്ണമായി തകരാത്തത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില സൈൻസ് ലഭിക്കും. റിപ്പീറ്റഡ് നമ്പേഴ്സ്, സ്വപ്നങ്ങൾ, അപ്രതീക്ഷിതമായി ഒരാളെ വീണ്ടും കാണുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാനിരിക്കുന്നതിന്റെ സൂചനകളാണ്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ലഭിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ പഴയ ചാപ്റ്റർ അവസാനിപ്പിച്ച് പുതിയൊരു സന്തോഷകാലം തുടങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ആഗ്രഹം കാണുന്നുണ്ട്. അത് നടക്കുമോ എന്ന ഭയം നിങ്ങളിലുണ്ട്. പക്ഷേ വിശ്വസിക്കൂ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച കണ്ണുനീർ വെറുതെയാകില്ല. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കി പറയും, ഇത്രയും വേദനകൾക്ക് ശേഷം തന്നെയാണ് എൻ്റെ നല്ല സമയം വന്നത്. അന്ന് വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭയപ്പെടേണ്ട, സ്വയം വിശ്വസിക്കൂ. നിങ്ങളുടെ മനസ്സ് പറയുന്ന വഴി പിന്തുടരൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് കൃത്യമായി തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും കൂടെ എഴുതാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ മൂന്നാമത്തെ പൂവ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗത്തെ സ്പർശിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ പുറമെ ശാന്തമായ ഒരു വ്യക്തിയാണ്, പക്ഷെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമയാണ്. നിങ്ങൾ വളരെ സെൻസിറ്റീവായ ആളാണ്. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ആഴത്തിൽ ബാധിക്കും. പക്ഷെ നിങ്ങൾ അത് പുറത്തു കാണിക്കാറില്ല. എല്ലാം ഉള്ളിൽ സൂക്ഷിച്ച് മുന്നോട്ടു പോകുന്ന സ്വഭാവം നിങ്ങളിലുണ്ട്. നിങ്ങളെ പലരും ഒരു സ്ട്രോങ് പേഴ്സൺ ആയി കാണും, പക്ഷെ സത്യം അതല്ല. നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാളാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മറ്റുള്ളവരുടെ വേദന വളരെ വേഗം മനസ്സിലാക്കുന്ന ആളാണ്. ആരെങ്കിലും വിഷമിച്ചാൽ നിങ്ങൾക്ക് അത് ഉടനെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പലരും അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നത്. പക്ഷെ അതിന്റെ മറുവശം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അവരുടെ വിഷമം ഏറ്റെടുത്ത് സ്വന്തം മനസ്സിൽ സൂക്ഷിക്കും. ഇത് നിങ്ങളെ പലപ്പോഴും മാനസികമായി ക്ഷീണിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ സ്വയം അവഗണിക്കപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിലെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
നിങ്ങൾക്ക് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വന്തം സന്തോഷം പലപ്പോഴും നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങൾക്ക് ആത്മീയതയുമായി വളരെ ശക്തമായ ബന്ധമുണ്ട്. ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിശബ്ദതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ സമാധാനിപ്പിക്കുന്നു. മഴ, രാത്രി, ക്ഷേത്രം, ദീപം ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം കാണുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ആഴത്തിൽ അറിയുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ശരിയായ തീരുമാനം നിങ്ങളെ പുതിയ വഴിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വളരെ ശക്തമാണ്. ചില കാര്യങ്ങൾ സംഭവിക്കും മുൻപേ തന്നെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ലഭിക്കും. പക്ഷെ നിങ്ങൾ പലപ്പോഴും അത് അവഗണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പഴയ ഓർമ്മ ഇപ്പോഴുമുണ്ട്. ഒരു വ്യക്തി, ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സംഭവം. ഇത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നു. പക്ഷെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങളുടെ ഭാവി തടയാൻ അനുവദിക്കരുത്. നിങ്ങൾ വളരെ നല്ല ഹൃദയമുള്ള വ്യക്തിയാണ്. പക്ഷെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വേദനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ എനർജി കാണുന്നു. പഴയ കാര്യങ്ങൾ പതുക്കെ അവസാനിച്ച് പുതിയ തുടക്കം വരുന്നു. നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ജോലി, ഒരു അവസരം അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷമാകാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ ശാശ്വതമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക സംരക്ഷണമുണ്ട്. നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവ വിജയിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധി നിങ്ങളെ രക്ഷിക്കുന്നു. നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ വരും. പക്ഷെ സത്യം അതല്ല. നിങ്ങളെ സത്യമായി മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. പണം സംബന്ധമായിട്ടുള്ള ഒരു സ്ഥിരത പതിയെ വരുന്നു. നിങ്ങൾ എടുത്ത ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മനസ്സ് എല്ലാം സഹിക്കുന്ന ഒരു സൈലന്റ് ഫൈറ്റർ ആണ്. പക്ഷെ നിങ്ങൾക്കും വിശ്രമം ആവശ്യമാണ്. നിങ്ങൾക്കും സ്നേഹം ആവശ്യമാണ്. നിങ്ങളും മനസ്സിലാക്കപ്പെടണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില സൈൻസ് ലഭിക്കും. സ്വപ്നങ്ങൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ വീണ്ടും കാണുക. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിന്റെ സൂചനകളാണ്. നിങ്ങളുടെ ആത്മീയ ശക്തി വളരെ ഉയർന്നതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനകൾ വേഗം ഫലം കാണാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനകാലം അവസാനിക്കുകയാണ്. പുതിയ സന്തോഷം, പുതിയ അവസരങ്ങൾ, പുതിയ സമാധാനം ഇവയെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ദിവസം പിന്നോട്ട് നോക്കി പറയും, ഞാൻ കടന്നുപോയത് ഒരു പരീക്ഷണമായിരുന്നു. ഇപ്പോൾ ഞാൻ ശക്തനായി. അതുവരെ ക്ഷമയോട് മുന്നോട്ടു പോകൂ. സ്വയം വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വാസം തുടരുക. കാരണം നിങ്ങളുടെ നല്ല സമയം വളരെ അടുത്തിരിക്കുന്നു. ഈ പ്രഡിക്ഷൻ നിങ്ങൾക്ക് കൃത്യമായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും കൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത മനസ്സിലാക്കാൻ അത് ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.